ഹർഷ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളെല്ലാം ഏറെക്കുറെ പൂർത്തിയാവുകയാണ്. ബേപ്പൂരിൽ മത്സരിക്കുന്നത് PV അൻവർ ആണെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ മത്സരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ മരുമോനെതിരെയാണ്, PA മുഹമ്മദ് റിയാസിനെതിരെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ചിത്രം എന്ന് പറയുന്നത് PA മുഹമ്മദ് റിയാസും പ്രചാരണ പരിപാടികൾ ഏറെക്കുറെ ആരംഭിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കാണാൻ വരികയാണ്. അപ്പോൾ AP പക്ഷം വോട്ടുകൾ, കാന്തപുരം പക്ഷം വോട്ടുകൾ കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, കോൺഗ്രസിന്റെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് PV അൻവർ ഈ പറഞ്ഞ അവിടുന്ന് ഉള്ള എല്ലാ ന്യൂനപക്ഷ വോട്ടുകളും സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ PA മുഹമ്മദ് റിയാസ് കാന്തപുരം പക്ഷത്തെ വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുണ്ടോ? വലിയൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ ബേപ്പൂരിൽ നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, മുഹമ്മദ് റിയാസിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ ആവശ്യം പോലും CPM ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരുന്നു. ബേപ്പൂരിൽ ഇദ്ദേഹം തന്നെയായിരിക്കും മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ അതിന് പിന്നാലെ PV അൻവർ, ഒരു സമയത്ത് വാർത്തകൾ വന്നിരുന്നു, PV അൻവറിന് മരുമോനെ ഭയമാണ്, അതുകൊണ്ട് മറ്റൊരിടത്ത് മാറി ഈ പറയുന്നത് പോലെ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം, കുറച്ചുകൂടി വിജയ സാധ്യതയുള്ള ഒരു സ്ഥലം വേണമെന്ന് PV അൻവർ ആവശ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതെ, അപ്പോ അതിന് പിന്നാലെ വീണ്ടും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആദ്യത്തെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് കോൺഗ്രസ് PV അൻവറിനെ തന്നെ ബേപ്പൂരിൽ നിർത്തിക്കൊണ്ടാണ്. ബേപ്പൂരിൽ പല രീതിയിൽ പല ആളുകളും ഫ്ലെക്സുകൾ വെക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ചിലർ വെച്ചത് PV അൻവർ തന്നെ ബേപ്പൂരിൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സുകൾ വരുന്നു, PV അൻവർ ബേപ്പൂരിന് വേണ്ട എന്ന് പറഞ്ഞ് ഫ്ലെക്സുകൾ വരുന്നു. ഇതിനെല്ലാത്തിന്റെയും പിന്നിൽ മരുമോനാണോ എന്നുള്ള സംശയങ്ങൾ വലിയ രീതിയിൽ നിഴലിച്ചു വരുന്നു. എല്ലാത്തിനും അവസാനം ഈ പറയുന്നത് പോലെ മരുമോനും അൻവറും തമ്മിൽ നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ആദ്യമേ തന്നെ PV അൻവർ പ്രചാരണം ആരംഭിച്ചിരുന്നു. ഈ പറയുന്നത് പോലെ ഒഫീഷ്യലി ഒരു ഡിക്ലറേഷൻ വരുന്നതിന് മുൻപ് തന്നെ PV അൻവർ പ്രചാരണങ്ങൾ തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ മുഹമ്മദ് റിയാസും ഈ പറയുന്ന പ്രചാരണത്തിന് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, മുഹമ്മദ് റിയാസിന് കൃത്യമായി അവിടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അദ്ദേഹം അവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു MLA അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ബേപ്പൂരിലെ ജനങ്ങൾക്ക് അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കൃത്യമായി അവിടെ ഒരു ബേസ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. PV അൻവറിനെ സംബന്ധിച്ചാണെങ്കിലും PV അൻവറിനെ ഏകീകരിക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടം വോട്ടുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അവിടെയുണ്ട്. PV അൻവറിനെ ഇപ്പോൾ സ്വതന്ത്രനായി ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ പോലും നമ്മൾ നിലമ്പൂര് കണ്ടതാണ്, അത്യാവശ്യം വലിയ രീതിയിൽ ഒരു വോട്ട് പിടിക്കാനോ അല്ലെങ്കിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത്. അത് തന്നെ ബേപ്പൂരിൽ സാധിക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ കാന്തപുരത്തെ പോയി ഇദ്ദേഹം കണ്ടതുകൊണ്ട് മാത്രം എല്ലാ വോട്ടുകളും പിടിച്ച് മതവും വോട്ടും തമ്മിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്തിയും വോട്ടും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളുകളുടെ വോട്ടുകൾ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ, ബേപ്പൂരിലെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ 29,000 വോട്ടിനായിരുന്നു PA മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ വിജയിച്ചത്. അപ്പോൾ 29,001 വോട്ടുകൾക്കപ്പുറമാണ് നമ്മുടെ PV അൻവറിന്റെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഈ 29,000 വോട്ട് മറികടക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എളുപ്പമാണ്. കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട്, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ള കുറെ വിവാദങ്ങളുണ്ട്, ഈ മരുമോനിസത്തിനെതിരെയുള്ള ഒരു വികാരമുണ്ട്, പിണറായി വിരുദ്ധതയുണ്ട്, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഹർഷ പറഞ്ഞതുപോലെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ അധികം വികസന പ്രവർത്തനങ്ങൾ PA മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നടത്തിയിട്ടുണ്ട്. ഈ ബേപ്പൂർ ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തുകാരുടെ വികാരം എന്ന് വേണം പറയാൻ. അതിനുവേണ്ടി പ്രവർത്തിച്ച ആൾക്കാരോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഫാക്ടർ നമ്മൾ ഒരിക്കലും കുറച്ച് കാണേണ്ട ഒരു വ്യക്തിയല്ല. പ്രത്യേകിച്ച് ബേപ്പൂരിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടിരുന്നു, കഴിഞ്ഞ കുറെ നാളുകൾ മുൻപാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെട്ടത് കാന്തപുരമായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പവർ നമ്മൾ കണ്ടിട്ടുണ്ട്. യമൻ പോലൊരു രാജ്യത്ത് ഒരു സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ സ്വന്തം നാടായ സ്ഥലത്തും അദ്ദേഹത്തിന് ഇതേ സ്വാധീനം ചെലുത്താൻ കഴിയും. അവിടെയൊക്കെ കുറെ ഈ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുകൾ, കമ്മ്യൂണിറ്റി വോട്ടുകൾ ഏകീകരിച്ച് കൂട്ടത്തോടെ മറിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഈ പറഞ്ഞ പോലെ കാന്തപുരം ആരെ സപ്പോർട്ട് ചെയ്യുന്നോ അവിടേക്ക് വലിയൊരു വോട്ട് ബാങ്ക് ഒഴുകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ PV അൻവർ പ്രചാരണം നടത്തുന്നതിന്റെ ആദ്യപടിയായി സമുദായ നേതാക്കളെ എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ കാന്തപുരം സപ്പോർട്ട് ചെയ്യുന്ന ആള് വിജയിക്കും എന്നുള്ള കാര്യം വളരെ തീർച്ചയുള്ള കാര്യമാണ്. അപ്പോൾ ബേപ്പൂരിൽ PV അൻവർ എന്ന് പറയുന്നത് വോട്ട് സമാഹരിക്കുന്ന ഒരു വലിയ ആകർഷണ യന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കണ്ടിട്ടുണ്ട്, നിലമ്പൂരിലൊക്കെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനൊക്കെ കഴിയുന്നെങ്കിൽ ബേപ്പൂരിൽ സ്വന്തം മണ്ണിൽ
PA മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കണം. അത് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിന് ആര് നിൽക്കും? ഒരു അൻവർ, ഒരേ ഒരു അൻവർ എന്ന് പറയുന്ന പോലെ PV അൻവർ തന്നെ അവിടെ മത്സരിക്കണം. അപ്പോൾ PV അൻവർ മാറ്റുരയ്ക്കുമ്പോൾ മുഹമ്മദ് റിയാസിന് എനിക്ക് തോന്നുന്നു വലിയൊരു പോരാട്ടം തന്നെ അവിടെ നടത്തേണ്ടി വരും. അതിന്റെ ഒരു വലിയ സൂചനയാണ് ഈ കോൺഗ്രസ് ഓൾറെഡി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു പകുതി ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പക്ഷെ ഇടതുപക്ഷം ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അവിടെ PA മുഹമ്മദ് റിയാസാണ് മത്സരിക്കുന്നതെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം പോലും വന്നിട്ടില്ല. അതിനു മുൻപും പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നുണ്ട് എങ്കിൽ ഒരു ഭയം അവിടെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി ഈ പറയുന്നത് പോലെ PV അൻവറിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം യഥാർത്ഥത്തിൽ ഈ പറയുന്ന CPM-ന് മുഹമ്മദ് റിയാസിനെ അവിടെ മത്സരിപ്പിക്കാതിരിക്കാൻ ചാൻസ് അല്ലെങ്കിൽ അതിനൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ്. കാരണം ഇനി ഒരു മാറ്റം മുഹമ്മദ് റിയാസിന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് അൻവറിനോടുള്ള ഭയം കൊണ്ട് മരുമോനെ വിജയ സാധ്യതയുള്ളിടത്തേക്ക് മാറ്റി മത്സരിപ്പിച്ചു എന്നുള്ള വാർത്തകൾക്ക് ആക്കം കൂട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് സ്വാഭാവികമായും CPM-ന് ഒരു തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ മുഹമ്മദ് റിയാസ് തന്നെ അവിടെ മത്സരിക്കണം എന്നുള്ളത് CPM-ന്റെ ഒരു വിഷയം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാന പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഔദ്യോഗികമായ ഒരു ഈ പറയുന്ന മുഹമ്മദ് റിയാസ് തന്നെയാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് എന്ന് ഔദ്യോഗികമായി അറിയിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെതായ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞത് നമ്മൾ കണ്ടിരുന്നു. PV അൻവറും ഇത്തരത്തിൽ ആദ്യമൊക്കെ പ്രചാരണം തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് സ്ഥാനാർത്ഥി നിർണയം സാധ്യമാക്കിയതൊക്കെ. അതിനുശേഷമാണ് മുഹമ്മദ് റിയാസിന്റെ നീക്കങ്ങൾ പോലും നമ്മൾ പോലും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും മരുമോനിസം അവസാനിപ്പിക്കാൻ അൻവറിസം വരുന്നു. അൻവറിസം അവസാനിപ്പിക്കാൻ പിണറായി വിജയൻ മരുമകന് വേണ്ടി നേരിട്ട് ഇറങ്ങാൻ പോകുന്നു ബേപ്പൂരിൽ എന്നുള്ള വാർത്തകൾ സജീവമായി തന്നെ ഒരു സമയത്തുണ്ടായിരുന്നു. അതും ചിലപ്പോൾ സാധ്യമാകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മരുമോൻ തോൽവി ഏറ്റുവാങ്ങുന്നത് മറ്റാര് തോറ്റാൽ പോലും അത്രത്തോളം ഒരു എഫക്ട് ഈ പറഞ്ഞ CPM-ന് ഉണ്ടാവണമെന്നില്ല. പക്ഷെ മുഹമ്മദ് റിയാസിന് PV അൻവർ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വലിയൊരു തിരിച്ചടി CPM-ന് സമ്മാനിക്കും എന്നുള്ളതാണ്. കേരളത്തിന്റെ തന്നെ അടിത്തറ CPM-ന്റെ ഇളകുന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രധാന ഘടകമായി പറയുന്ന PV അൻവറും മുഹമ്മദ് റിയാസും മാറും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കുക എന്നുള്ള അജണ്ട PV അൻവറിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി താല്പര്യം കൂടിയാണ്. നമുക്കറിയാം PV അൻവർ ഒരു സമയത്ത് LDF-നെതിരെ ആഞ്ഞടിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ അടുത്ത കൂട്ടുകാരൻ അല്ലെങ്കിൽ എപ്പോഴും ഇടം വലം ഉണ്ടാകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത്രത്തോളം അടുത്തൊരു വ്യക്തിയായിരുന്നു PV അൻവർ. പക്ഷേ പിന്നീട് അവർ തമ്മിൽ പിണങ്ങുന്നു. പിന്നീട് LDF-ന്റെ അല്ലെങ്കിൽ CPM-ന്റെ എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങളും പോലും പുറത്തു വന്നെന്നുകൊണ്ട് വലിയ രീതിയിൽ വിളിച്ചു പറയുന്നു. നിലമ്പൂരിൽ TV വെച്ച് ജംഗ്ഷനിൽ ഞാൻ CPM-ന്റെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തുവിടുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അങ്ങനെ വലിയ രീതിയിൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന PV അൻവർ മരുമോനിസം അവസാനിപ്പിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയനെതിരെ തിരിച്ചടിക്കാനുള്ള കൃത്യമായ ഒരു മാർഗമായി തന്നെ കണ്ട് കൃത്യമായി പണിയെടുത്ത് വിജയം കൈവരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. പക്ഷേ പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. 50-50 ചാൻസ് ആണ്. ബേപ്പൂരാണ്. ഈ പറയുന്ന മുഹമ്മദ് റിയാസിന്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ആർക്ക് നറുക്ക് വീഴും അല്ലെങ്കിൽ ആര് വാഴും ആര് വീഴും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല.